51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോഴുള്ളത് ക്ഷീരഗ്രാമത്തിലുള്ള യുഗാദ്യ ശക്തിപീഠ ക്ഷേത്രത്തിലാണ്. നമ്മുടെ 24ാമത്തെ ശക്തിപീഠ ക്ഷേത്രമായിട്ടുള്ള രത്നാവലി ശക്തിപീഠ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ യാത്രയുണ്ട്. നമ്മൾ ഇവിടുന്ന് ശരിക്കും അടുത്ത ശക്തിപീഠമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് ശൃംഖല ശക്തിപീഠം എന്ന് പറഞ്ഞൊരു ശക്തിപീഠമാണ്. അത് ശങ്കരാചാര്യ സ്വാമിയുടെ അഷ്ടാദശ ശക്തിപീഠ സ്തോത്രത്തിൽ പറയുന്ന ഒരു ക്ഷേത്രമാണ്. പാണ്ഡുര ശക്തിപീഠ ക്ഷേത്രമെന്നും ശൃംഖല ശക്തിപീഠ ക്ഷേത്രം എന്നൊക്കെ അറിയപ്പെടുന്നത്. പക്ഷേങ്കിൽ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിലവിലിപ്പം ഒരു ക്ഷേത്രമൊന്നുമില്ല. അവിടെ ഒരു ഇസ്ലാമിക സ്ട്രക്ചറാണുള്ളതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ അങ്ങോട്ട് തൽക്കാലം പോകുന്നില്ല. നമുക്ക് ഈ ക്ഷീരഗ്രാമത്തിലെ ക്ഷേത്രത്തിനടുത്ത് ഒരു ബസ് സ്റ്റോപ്പുണ്ട്. ആ ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോകണം. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഇതുപോലെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ യാത്ര ചെയ്ത് ചെറിയ ചെറിയ ദൂരങ്ങളായിരുന്നു. ഇതിപ്പം കുറച്ച് കൂടുതൽ ദൂരമുണ്ട്. 100 കിലോമീറ്ററിലധികം നമുക്ക് ഒറ്റയടിക്ക് യാത്ര ചെയ്യണമെന്ന്. നമ്മൾ ആ ക്ഷീരഗ്രാമ ക്ഷേത്രത്തിൻ്റെ ഇവിടുന്ന് ഈ കൈച്ചർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ കൈച്ചർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഒരു ഓട്ടോയ്ക്ക് വന്ന് ഇറങ്ങി ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്കിനി വർദ്ധമാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ബസ് കിട്ടും. ഇവിടെ ഒരു ബസ് വരുന്നുണ്ട്. ഇത് മിക്കവാറും വർദ്ധമാന് പോകുന്നതായിരിക്കും. നമ്മളിവിടെ വർദ്ധമാൻ എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിലെത്തി. ഈ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഈ രത്നാവലിക്കുള്ള ബസ്സൊന്നും കിട്ടുകയില്ല. അപ്പം രത്നാവലിക്കുള്ള ബസ് കിട്ടണമെങ്കിൽ ഇവിടെ അരംബാഗ് എന്ന് പറഞ്ഞ വേറൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നിന്ന് അന്വേഷിക്കാനായിട്ടാണ് പറഞ്ഞത്. അപ്പം നമുക്കിവിടെ അടുത്ത് ഒരു ബസ് സ്റ്റാൻഡുണ്ട്. ആ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ടുള്ള ബസ് കിട്ടുകയില്ല. അരംബാഗ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടുള്ള ബസ്സും ഇവിടുന്ന് കിട്ടുകയില്ല. ആ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. ശരിക്കും പറഞ്ഞാൽ ഈ ശക്തിപീഠ യാത്രയിലോട്ടുള്ള ഓരോ ലൊക്കേഷനിലോട്ട് നമുക്ക് എത്താനായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ വർദ്ധമാനിലെ 2ാമത്തെ സ്റ്റാൻഡിൽ വന്നു. ഇവിടുന്ന് അരംബാഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്കൊരു ബസ് കിടപ്പുണ്ട്. ഈ ബസ്സിന് ചെന്ന് അരംബാഗ് എന്ന് പറയുന്ന സ്ഥലത്തിറങ്ങി അവിടെ നിന്ന് വേണം രത്നാവലിക്കുള്ള ബസ് കിട്ടുമെന്ന് നോക്കാനായിട്ട്. നമ്മളിപ്പം വർദ്ധമാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അരംബാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഈ വർദ്ധമാൻ എന്ന് പറയുന്ന സ്ഥലം നല്ല ഒരു ടൗണാണ്. വളരെ വലിയ ഒരു ടൗണാണ്. നമ്മൾ വർദ്ധമാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അരംബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അരംബാഗിലുള്ള ഒരു ബസ് സ്റ്റാൻഡാണിത്. ഇവിടെ നിന്ന് നമുക്കിനി ആരുടെയും ഒന്ന് അന്വേഷിച്ച് നോക്കണം ഈ രത്നാവലി ശക്തിപീഠത്തിലോട്ടുള്ള വണ്ടികളുമെല്ലാം കിട്ടുമെന്ന്. നമ്മളങ്ങനെ അരംബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് രത്നാവലി ശക്തിപീഠത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇത് ഗണ്ഡേശ്വര മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. അങ്ങനെ രാവിലെ 9 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. ഏകദേശം ഒരു 3-3:30 മണിയോടുകൂടി നമ്മൾ രത്നാവലി ശക്തിപീഠ ക്ഷേത്രത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ഷീരഗ്രാമത്തിൽ നിന്ന് നമ്മൾ 3 ബസ് കയറിയാണ് ഇവിടെ വരുന്നത്. അപ്പം നമ്മൾ ഈ നമ്മുടെ 24ാമത്തെ ശക്തിപീഠ ക്ഷേത്രത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കിനി താമസിക്കാനായിട്ട് എന്തെങ്കിലും സൗകര്യം വല്ലതും കിട്ടുമോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് ഇവിടെ നിന്ന് പോകണം. ഇവിടെ നമുക്ക് നോക്കാം എന്തെങ്കിലും സൗകര്യം. കഴിഞ്ഞ ദിവസം നമുക്ക് ക്ഷേത്രത്തിൻ്റെ വക കിട്ടിയ പോലെ ഇതിന് പരിമിതമായിട്ടുള്ള സൗകര്യമാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നോക്കണം. നമുക്ക് ഈ രത്നാവലി ശക്തിപീഠത്തിൻ്റെ പരിസരത്തൊന്നും താമസ സൗകര്യമൊന്നും കിട്ടിയില്ല. നമുക്ക് ആദ്യമായിട്ടാണ് നമുക്ക് ഒരു ശക്തിപീഠത്തിൽ വന്നിട്ട് ഇങ്ങനെ താമസ സൗകര്യമൊന്നും കിട്ടാതെ വരുന്നത്. ഇവിടെ വളരെ വലുപ്പത്തിൽ കാണുന്നതാണ് ഇവിടുത്തെ ശിവക്ഷേത്രം. അതിന് നേരെ കുറച്ചിങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ സൈഡിലായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ ശക്തിപീഠം, രത്നാവലി ശക്തിപീഠം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിയുടെ ക്ഷേത്രത്തിനെ കഴിഞ്ഞും വലുപ്പത്തിലാണ് ഇവിടെ ഭൈരവൻ്റെ ക്ഷേത്രം കാണുന്നത്, ശിവക്ഷേത്രം കാണുന്നത്. ഈ ക്ഷേത്രം ശരിക്കും അറിയപ്പെടുന്നത് ഖണ്ഡേശ്വര മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ശക്തിയുടെ പേരിലല്ല ശരിക്കും ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. രത്നാവലി ക്ഷേത്രമൊന്നും അറിയപ്പെടുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് അറിയപ്പെടുന്നത് ഖണ്ഡേശ്വര മഹാദേവ ക്ഷേത്രം എന്നുള്ള പേരിലാണ്. നല്ല വലുപ്പമുണ്ട് ഈ ശിവക്ഷേത്രം. ക്ഷേത്രത്തിന് നല്ല വലിപ്പമുള്ളൊരു ക്ഷേത്രമാണ്. ഇത് വളരെ പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലായിട്ട് ഇതുപോലെ ഒരു ശ്രീകോവിൽ കാണാം. ഷഷ്ടിമാതാ ക്ഷേത്രമെന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഷഷ്ടിമാത. അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരു ചെറിയൊരു ശ്രീകോവിലും കാണാം. ഈ ശക്തിപീഠ ക്ഷേത്രത്തിലും ഇവിടെ ഇതിൻ്റെ മതിലേൽ, അതായത് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗർഭഗൃഹത്തിൻ്റെ മതിലേൽ ഇവിടെ മുഴുവൻ ശക്തിപീഠങ്ങളുടെയും ലിസ്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ശക്തിപീഠങ്ങളും ഓരോ അവയവങ്ങൾ, ഏതൊക്കെ അവയവങ്ങളാണ് പതിച്ചതെന്നും അതുപോലെ തന്നെ ഇവിടെ മഹാദേവൻ്റെ സതീദേവി എടുത്തുകൊണ്ട് മഹാദേവൻ നിൽക്കുന്ന ഒരു ചിത്രവും ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ മഹാവിഷ്ണു ഇങ്ങനെ സുദർശന ചക്രവുമായിട്ട് നിൽക്കുന്ന ഒരു ചിത്രവും ഇവിടെ കാണാം. ഈ ക്ഷേത്രം ആനന്ദമയി ശക്തിപീഠ ക്ഷേത്രമെന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. രത്നാവലി ശക്തിപീഠ ക്ഷേത്രം, ആനന്ദമയി ശക്തിപീഠ ക്ഷേത്രം എന്നൊക്കെ ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ആനന്ദമയി ക്ഷേത്രത്തിൽ പോകാനായിട്ട് നമ്മൾ വഴി തെറ്റിപ്പോയായിരുന്നു. നമ്മൾ ഈ ശക്തിപീഠ യാത്രയുടെ ഇടയ്ക്ക് വെച്ച് അങ്ങനെ വഴി തെറ്റിയാണ് നമ്മൾ താരാപീഠത്തിലെത്തുന്നത്. അപ്പോൾ അങ്ങനെ ആനന്ദമയി ശക്തിപീഠം എന്നറിയപ്പെടുന്ന ക്ഷേത്രവും ഇത് തന്നെയാണ്. നമ്മൾ ഈ ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് നേരെ നടന്ന് ഈ
ഭൈരവ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നു. ഇതാണ് ഗണ്ഡേശ്വര ഭൈരവ ക്ഷേത്രം. നല്ല വലുപ്പത്തിലുള്ളൊരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇവിടുത്തെ നാട്യമണ്ഡപമൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരു അന്നപൂർണാദേവിയുടെ ഒരു ക്ഷേത്രവും ഇവിടെ കാണാം. അപ്പം നമുക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ശക്തിപീഠങ്ങളിലൂടെ യാത്ര ചെയ്തിട്ട് ആദ്യമായിട്ടാണ് നമുക്കിവിടെ താമസിക്കാനൊരു സൗകര്യം കിട്ടാതെ വരുന്നത്. അപ്പം നമ്മളിനി അടുത്തത് പോകേണ്ട സ്ഥലവും ഇതുപോലെ തന്നെ കുറേ ദൂരെയുള്ളൊരു സ്ഥലമാണ്. അതെങ്ങനെയാണ് ഇപ്പം തന്നെ സമയം 4-4:30 സമയമായി. എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇതുവരെ ഒരു ഐഡിയ ഇല്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുകയില്ല. നമ്മൾ എന്തേലും നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു സ്ഥലത്തോട്ട് എത്തുമ്പോഴായിരിക്കും ഇതിൻ്റെ ചിത്രം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. ഇവിടെ താമസ സൗകര്യമൊന്നുമില്ല. അപ്പോൾ അതുപോലെ ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങൾ കാണും. ഈ ക്ഷേത്രം ഇപ്പം തുറന്നിട്ടുമില്ല. ഇപ്പം 4:30 ആയിട്ടേ ഉള്ളൂ. സമയം 5 മണിക്ക് തുറക്കുമെന്നാണ് പറയുന്നത്. ഈ ഗണ്ഡേശ്വര മഹാദേവ ഭൈരവ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് ഇങ്ങനെ കുറച്ച് പ്രതിമകളുമൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ രത്നാവലി ശക്തിപീഠത്തിൻ്റെ കാഴ്ചയും ഇവിടെ പൂർണ്ണമാവുകയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി 2 ശക്തിപീഠം കൂടെയാണ് നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. ഒന്ന് കൽക്കട്ടയിലെ കാളിഘട്ട് ശക്തിപീഠവും വേറെ ഒരെണ്ണം വിഭാഷ ശക്തിപീഠം എന്ന് പറഞ്ഞൊരു ശക്തിപീഠവും. ഇതിൽ എങ്ങോട്ടാണ് ആദ്യം പോകേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പോൾ എത്താൻ പറ്റുന്ന ഒരു സ്ഥലം കൽക്കട്ട മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് അടുത്ത് പെട്ടെന്ന് എത്താൻ പറ്റുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.